തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്നുള്ളതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിലാണ് ഗവർണർ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ജവഹർ നഗറിലെ ബൂത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രമുഖരുടെ വോട്ടുകൾ, കൗതുകകരമായ വോട്ടുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ശ്യാമപ്രസാദ് ഉത്തമൻ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാമ, കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് നേരത്തെ സംസാരിച്ചപ്പോൾ ഷിനോജും പറയുകയായിരുന്നു, കോട്ടയത്തെ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രം മാറ്റി എഴുതിയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അത് LDFനും UDFനുമാണ് അങ്ങനെ ഒരു വലിയ മാറ്റം സംഭവിച്ചതെങ്കിൽ ഇത്തവണ NDAയും വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് പൂഞ്ഞാർ മേഖലയിലൊക്കെ ഉണ്ടായ മാറ്റം, ഷോണിലൂടെ എന്ത് സാധ്യമാകും, അത് നിലനിർത്താൻ കഴിയുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഷോൺ ഇപ്പോൾ മെമ്പറായിരിക്കുന്ന ഇടം അങ്ങനെ തന്നെ NDAക്ക് തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. അവിടെയുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു പാറ്റേൺ? മധു, സാധാരണഗതിയിൽ നിന്നും ഇക്കുറി കോട്ടയം ജില്ലയിൽ വേണമെങ്കിൽ നമുക്കൊരു ത്രികോണ മത്സരം പലയിടത്തും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം BJPയും അതോടൊപ്പം തന്നെ LDFും UDFും ഒരേപോലെ പലയിടത്തും മത്സരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി മണ്ഡലത്തിലെ മനക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് മുളക്കുളം പഞ്ചായത്താണ്. ഈ മുളക്കുളം പഞ്ചായത്തിലെ വാർഡ് 18, അത് പുതിയതായിട്ട് വന്ന വാർഡാണ്. ഈ വാർഡ് വേണമെങ്കിൽ ഒരു VIP വാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അല്പനിമിഷം കൂടി കഴിയുമ്പോൾ നടൻ രമേശ് പിഷാരടി ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വാർഡിൽ നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ ഉണ്ട്. പോളിംഗ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഏകദേശം 1200-ലധികം വോട്ടർമാർ ഉള്ള വാർഡാണ്, പുതിയതായിട്ട് വന്ന വാർഡ് കൂടിയാണ്. ഈ മുളക്കുളം പഞ്ചായത്തിൻ്റെ ഒരു ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് വോട്ടെടുപ്പ് ശേഷം നറുക്കെടുപ്പിലൂടെയാണ് അധികാരം കിട്ടിയത്. 2 കോൺഗ്രസ് വിമതന്മാർ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ വിമതന്മാരിൽ ഒരാൾ കോൺഗ്രസിലേക്കും ഒരാൾ LDFിലേക്കും പോകുന്നു. BJP ഒരാൾ ജയിച്ചിരുന്നു. അങ്ങനെ പിന്നീട് ഇവിടെ നറുക്ക് വന്നപ്പോൾ LDFന് അധികാരം കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായ ഒരു പഞ്ചായത്താണ്. സ്വാഭാവികമായിട്ടും വളരെ വലിയ ഒരു കനത്ത മത്സരം തന്നെ. അതുകൊണ്ട് തന്നെ ഓരോ വാർഡിലെയും ഓരോ വോട്ടും വിലപ്പെട്ടതാണ് എന്നുകൊണ്ട് തന്നെ LDFും UDFും ആ രീതിയിൽ തന്നെ കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ നമുക്കിപ്പോൾ കാണാം വലിയ തോതിൽ ഈ പോളിംഗ് ബൂത്തിൽ നല്ല നീണ്ട നിരയുണ്ട്. നിമിഷം കൂടി കഴിയുമ്പോൾ നടൻ രമേശ് പിഷാരടിയും ഈ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ശ്യാമപ്രസാദ് ഉത്തമനാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VM സുധീരൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുന്നു. ഒരു നിമിഷം ഗവർണറുടെ പ്രതികരണം ലഭ്യമാണ്. I don't know what is how many have voted so far, but good that I wish all the voters should come, not only here, throughout our state, and they should have their democratic right exercised in a very nice way. That is the part of and beauty of our democracy. That is what we want. Yes. Okay.